ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ ഇതുവരെയായി, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളിലെ വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ കോട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അല്ലേ? ചാന്നാർ ലഹള അദ്ദേഹത്തിൻ്റെ അല്ല അല്ലേ? അപ്പോൾ 1, 2, 3 ആണ് നമ്മുടെ ഇവിടെ ഓപ്ഷനായിട്ട് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3. നമുക്കിതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റ് നോക്കാനുണ്ട്, നമുക്കതിലേക്ക് പോവാം. ഇത് SCERTയിലുള്ള കുറച്ച് പോയിന്റുകളാണ് കേട്ടോ. ചമ്പാരൻ മുതൽ ഗേദ വരെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വർഷം ഒന്നറിഞ്ഞിരിക്കണം. എന്നാണ്? 1915 ജാനുവരി 9 അദ്ദേഹം ഇന്ത്യയിലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് കേട്ടോ. 1915 ജാനുവരി 9. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിലാണ് അദ്ദേഹം ഇടപെട്ടത്. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ചമ്പാരൻ സ്വദേശിയായിട്ടുള്ള രാജ്കുമാർ ശുക്ലയാണ് ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ഗാന്ധിജീൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചമ്പാരൻ്റെ പ്രാദേശിക നേതാവ്, ചമ്പാരൻ സമരത്തിൻ്റെ പ്രാദേശിക നേതാവ് ആരായിരുന്നു? അത് രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. അങ്ങനെ 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ആരിടപെട്ടു? ഗാന്ധിജി ഇടപെട്ടു. ആരുടെ പ്രേരണ മൂലം? രാജ്കുമാർ ശുക്ലയുടെ കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം കേട്ടോ. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ, അടുത്തതാണ് കേട്ടോ ഗേദ കർഷക സമരം. 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകരുകയും വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്തു. ഇങ്ങനെ ഈ 3 സമരങ്ങളിലൂടെയാണ് ഗാന്ധിജി എന്തായത്? ഒരു പുതിയ ദേശീയ നേതാവിൻ്റെ ഉദയത്തിനായിട്ട് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഗാന്ധിജി എന്നൊരു പുതിയ ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചത് കേട്ടോ. ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചമ്പാരൻ, അപ്പോൾ അതിൻ്റെ വർഷം എത്രയായിരുന്നു? 1917 അല്ലേ? 1917 ചമ്പാരൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഇനി 1918 തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി, അതെവിടെയായിരുന്നു? അഹമ്മദാബാദിലായിരുന്നു അല്ലേ? അഹമ്മദാബാദിലായിരുന്നു. ഇനി അടുത്തത് ഗേദ സത്യാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, അത് നികുതി സമരമായിരുന്നു. അത് ഏതാണ് വർഷം? 1918. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ട് കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നികുതി ഇളവിന് ആവശ്യപ്പെട്ടിട്ടായിരുന്നു, നികുതി ഇളവിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കട്ടോ. മിക്കവാറും ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ കണ്ടില്ലേ, വർഷങ്ങൾ സ്ഥലമൊക്കെയാണ് ചോദിക്കുക കേട്ടോ. 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ 1918 ഗേദയിൽ തന്നെ ഗേദ സത്യാഗ്രഹം, അത് കൃഷിക്കാർക്ക് നികുതി ഇളവിന് വേണ്ടിയിട്ടുമായിരുന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചമ്പാരനുമായിട്ട് വേറൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ തിങ്കതീയ സമ്പ്രദായം കേട്ടോ.
തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണത്? ചമ്പാരനാണ് കേട്ടോ. തിങ്കതീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. പിന്നീട് നമ്മുടെ ഈ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറഞ്ഞല്ലോ, അത് വേറൊരു രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് കേട്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദ് തുണിമില ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് ഇതെന്ന് പറയുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് കേട്ടോ. 1918. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും അതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ചമ്പാരനും അതുമാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ഇനി നമുക്ക് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ SRTയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ ഈ ലാഹോർ സമ്മേളനം 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഗാന്ധിജിയെ ബഹുജന സമരം തുടങ്ങാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1929 ലാഹോർ സമ്മേളനം കേട്ടോ. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, അതേ ലാഹോർ സമ്മേളനത്തിൽ തന്നെയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചതും. ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിക്കുന്നു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കണം. എത്ര പേരാണ്? 78 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. കൂടെ തന്നെ കുറച്ച് മലയാളികളും കൂടെ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാരൊക്കെയായിരുന്നു? നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, പിന്നെ ആരായിരുന്നു? മായങ്കര ശങ്കരൻ, പിന്നെ ഷൊർണൂർ രാഘവ പൊതുവാൾ, പിന്നെയോ കോട്ടയം ടൈറ്റസ്. അപ്പോൾ ഇത്രയും പേരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി യാത്രയ്ക്ക് പങ്കെടുത്ത മലയാളികൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ പറയാൻ കേട്ടിരിക്കുക. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. അപ്പോൾ ഓർത്തിരിക്കുകയാണേ. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച അത് വേണ്ട. അപ്പോൾ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. 1930 ഏപ്രിൽ 6 അവരവിടെ എത്തുന്നത്, ഗാന്ധിജി അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത് 1930 ഏപ്രിൽ 5 ഉപ്പ് നിയമം ലംഘിക്കുന്നതെന്നാണ് 1930 ഏപ്രിൽ 6 ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 പേരെ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതെന്താണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയുള്ളതാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് അറസ്റ്റ് വരിച്ചിട്ടുള്ള ആദ്യത്തെ വനിത. അതാരായിരുന്നു? രുക്മിണി ലക്ഷ്മിപതിയാണ് കേട്ടോ. രുക്മിണി ലക്ഷ്മിപതിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. രുക്മിണി ലക്ഷ്മിപതിയാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ട് അറസ്റ്റ് വരിച്ചിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഇതുമായിട്ട് ഓർത്തിരിക്കണേ. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഉപ്പ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു.
അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. അങ്ങനെയാണ് ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, സമരത്തിന് ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അവരോട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുന്നത്. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ സ്ഥലത്ത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്. അതിൽ സരോജിനി നായിഡുവിനെ ചോദിക്കാറുണ്ട്. അവരെവിടെയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്? ധരാസനയിലായിരുന്നു കേട്ടോ. നിയമലംഘന സമരകാലത്ത് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്തി. അപ്പോൾ സരോജിനി നായിഡു ധരാസനയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. കൂടെ ആരും കൂടി ഉണ്ടായിരുന്നു? ഇമാം സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കേട്ടിട്ടില്ല, ഓർത്തിരിക്കുക. ഇമാം സാഹിബും സരോജിനി നായിഡും കൂടിയാണ് ഗുജറാത്തിലെ ധരാസനയിൽ നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി വടക്കു പടിഞ്ഞാറ് ആരാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്? അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു കേട്ടോ. അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗുദായി ഖിദ്മത്കാർ എന്ന് പറയുന്നൊരു സന്നദ്ധ സേനയും കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് സിവിൽ നിയമലംഘനത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത്? അത് ഖാൻ അബ്ദുൾ ഗാഫറാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫറാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലാണെങ്കിലോ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തത് റാണി ഗൈഡൻലു ആണ് കേട്ടോ. നാഗന്മാരുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്ന റാണി ഗൈഡൻലു ആണ് വടക്ക് ഭാഗത്ത് നിയമലംഘന സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിയമലംഘനവുമായിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും മിനിമം അറിഞ്ഞിരിക്കണേ. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതായത് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ഞാൻ ഈ SCRT ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, SCRT പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ലഹള കണ്ടു. അത് ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോക്സ് കണ്ടു, അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. അത് നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് തന്നെയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് തന്നെയാണ് അത് നടന്നിരിക്കുന്നത്. അത് ഒരു ഗോത്ര സമരമായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് റാംബ ലഹള എന്നാണ് കേട്ടോ. റാംബ ലഹള എന്നാണ്. റാംബ ലഹള കേട്ടോ. ആന്ധ്രാപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ഗോത്ര സമരമാണ് കേട്ടോ റാംബ ലഹള എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ആളെയും കൂടെ ഓർത്തിരിക്കണേ. അത് നേതൃത്വം കൊടുത്തത് അല്ലൂരി സീതാരാമരാജു ആണ് കേട്ടോ. അല്ലൂരി സീതാരാമരാജു ആണ് റാംബ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗോത്രസമരമായ റാംബ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അല്ലൂരി സീതാരാമരാജു ആണ് കേട്ടോ. ഇത് ബ്രിട്ടീഷ് വിരുദ്ധ സമരം തന്നെയാണ്. നമ്മുടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഗോത്ര സമരമാണിത്. അത് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് വന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ വനങ്ങളിൽ കാലി മേയ്ക്കുന്നവരുടെ അവിടെ കാലി മേയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ അവകാശങ്ങൾ തടഞ്ഞു. അതുപോലെ തന്നെ അവിടെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം അധികമാവുകയും ചെയ്തു. അപ്പോൾ ആൾക്കാർ ആദിവാസികളായിട്ടുള്ളവർ നടത്തിയ ഒരു ഗോത്ര സമരമാണ് ഈ റാംബ ലഹള എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ നേതൃത്വം വഹിച്ച ആളാണ് അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. വേണ്ടവർക്ക് എഴുതി വയ്ക്കാവേ. നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളൊരു സമരമാണിത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്? അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് അല്ലേ. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡീറ്റെയിൽ നമുക്കൊന്ന് വേഗം നോക്കിയിട്ട് വരാം. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയത് പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? ഡൽഹിയിലായിരുന്നു കേട്ടോ. അതിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് AK ഫസലുൽ ഹക്കായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? ഡൽഹിയാണ്. അതിന് അധ്യക്ഷതാ സ്ഥാനം വഹിച്ചത് ആരാണ്? AK ഫസലുൽ ഹക്കായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മഹാത്മാഗാന്ധിജി ആയിരുന്നു അല്ലേ? മഹാത്മാഗാന്ധി ആയിരുന്നു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് കേരളത്തിൽ നടന്ന ഒരു കലാപമാണ് ഏതാണ്? മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മലബാർ കലാപമാണ്. ഇനി 1920 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് 1920 എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 1920 എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് എന്തിനോടനുബന്ധിച്ച്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് അനുബന്ധിച്ച്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിന് നേതൃത്വം വഹിച്ചത് അലി സഹോദരന്മാരായിരുന്നു. നമ്മൾ അതിൽ പറഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? മെഹ്ലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മെഹ്ലനോബിസ് അതെയാണല്ലോ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മെഹ്ലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെന്താണ്? വ്യവസായ എന്താണ് വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇതിൽ മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നുള്ളത് അത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇതിലേതാണ്? 2 എ ആണ് നമ്മുടെ ആൻസർ. 2 മാത്രമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് കേട്ടോ. ഓപ്ഷൻ 2ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നത് മാത്രമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ പഠിച്ചിരിക്കണം. 1951 മുതൽ 56 വരെയായിരുന്നു. കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് ഏത് മാതൃകയായിരുന്നു? ഹരോൾഡ് ഡോമർ സാമ്പത്തിക മാതൃകയാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ മാതൃകയിലാണ് 1ാം പഞ്ചവത്സര പദ്ധതി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി 3.6% വളർച്ചയാണ് 1ാം പഞ്ചവത്സര പദ്ധതിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി എന്നീ പദ്ധതികൾ എന്ത് ചെയ്തു? 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഓർത്തിരിക്കണേ. നമ്മളറിയണം 51 മുതൽ 56 വർഷം. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ കൃഷിക്കായിരുന്നു അടിസ്ഥാനം. പിന്നെ ഹരോൾഡ് ഡോമർ സാമ്പത്തിക മാതൃകയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. 3.6% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ബക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി എന്നീ പദ്ധതികളും നടപ്പിലാക്കുകയും ചെയ്തു കേട്ടോ. ഇനി 2ാമത്തെ പഞ്ചവത്സര പദ്ധതി വർഷം അറിഞ്ഞിരിക്കണം. 1956 മുതൽ 61 വരെ. ഒരു 5 വർഷം ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ റോളിംഗ് പ്ലാന് അതുപോലെ തന്നെ വാർഷിക പദ്ധതികൾ അതൊക്കെ വരുന്നത് കൊണ്ട് നമുക്കതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇത് പഠിച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ വർഷം നമ്മൾ പഠിച്ചതിന് ശേഷം തുടക്കവും അവസാനവും അറിഞ്ഞിരുന്നാൽ നമുക്കതിൻ്റെ വർഷങ്ങൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് അടിസ്ഥാനമാക്കിയിരുന്നത്? വ്യവസായത്തിനെയായിരുന്നു അടിസ്ഥാനമാക്കിയിരുന്നത്. മെഹ്ലനോബിസ് മോഡലാണ് എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെന്താണ്? നല്ല വൈദ്യുത പദ്ധതികളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ആരംഭിച്ചു. ഏതൊക്കെയായിരുന്നു? റൂർക്കേല, ഭിലായി, ദുർഗാപൂർ തുടങ്ങിയിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളും 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിക്കുന്നത് കേട്ടോ. വ്യവസായത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെങ്കിലോ അതിൻ്റെ വർഷം 1961 മുതൽ 66 വരെയാണ്. 3ൻ്റെ ഇരട്ടിയാണ് 6 എന്ന് പറയുന്നത്, 66. അപ്പോൾ 3ൻ്റെ 2 6 അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു കണക്ഷൻ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. 61 മുതൽ ഇതൊക്കെ കിട്ടൂല്ലേ, 56 മുതൽ 61, 61 മുതൽ 66 അല്ലേ. 3ാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66. എന്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എല്ലാത്തിൻ്റെയും ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പഞ്ചവത്സര പദ്ധതിയുടെ എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ മോഡൽ ഏത് മോഡലാണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ എത്ര % വളർച്ച കൈവരിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ
ഈ 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും തമ്മിൽ അതോടുകൂടി എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി. അത് ഭയങ്കര പരാജയമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താക്കി, പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേയാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടോ നാലാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി എന്ന് മുതൽ 69 മുതൽ 74 വരെ. അപ്പോൾ പ്ലാൻ ഹോളിഡേ 1966 69, പ്ലാൻ ഹോളിഡേ 1966 69 69 മുതൽ എന്ത് ചെയ്തു, നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയ്ക്കാണ് നാലാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ് കേട്ടോ. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. 14 ബാങ്കുകൾ എന്ത് ചെയ്തു, ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ചയ്ക്കാണ് നാലാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. വർഷം എത്രയാണ്? 1974 മുതൽ 79 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവ്. എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5 എന്ന് പറയുന്നത്. പിന്നെ ദേശീയ പാതാ സംവിധാനം നിലവിൽ വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ദേശീയ പാതാ സംവിധാനം നിലവിൽ വരുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ അറിയപ്പെടുന്നത് ഏതാണ്? DP ദർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് DP ദർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗരീബി ഹട്ടാവോ പിന്നെ അതൊക്കെ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം എന്ന് ഓർത്തിരിക്കുക. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ശേഷം എന്ത് നടത്തി? റോളിംഗ് പ്ലാന് നടത്തി കേട്ടോ. 78 മുതൽ 80 വരെ എന്തായിരുന്നു? റോളിംഗ് പ്ലാനാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. 78 മുതൽ 80 വരെ റോളിംഗ് പ്ലാന് 1978 മുതൽ 80 വരെ കേട്ടോ അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ആറാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. വർഷം അറിയാലോ, 80 മുതൽ 85 വരെ. സിമ്പിളാണ്. റോളിംഗ് പ്ലാന് 78 മുതൽ 80 വരെ, വീണ്ടും 5 വർഷത്തേക്ക് 80 to 85. ആറാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു ലക്ഷ്യം? കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഇതായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. പിന്നെ എന്ത് ചെയ്തു? സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നബാർഡ് രൂപീകരിച്ചു. എന്നായിരുന്നു? 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിച്ചു ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. കുടുംബാസൂത്രണം കൊണ്ടുവന്നു. പിന്നെന്താണ്? നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അന്ത്യമായി കണക്കാക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തിരിക്കണേ, നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അന്ത്യമായി കണക്കാക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അത് അറിയപ്പെടുന്നത് ഗാന്ധിയൻ മോഡൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. നോക്കൂ, ഏഴാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെയോ വർഷം സിമ്പിളാണല്ലേ, 85 മുതൽ 90 വരെ. 1985 to 1990. എന്തായിരുന്നു ലക്ഷ്യം? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നതായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 90 മുതൽ 92 വരെ എന്ത് കൊണ്ടുവന്നു? വാർഷിക പദ്ധതികൾ കൊണ്ടുവന്നു. 90 മുതൽ 92 വരെ വാർഷിക പദ്ധതികളാണ് കൊണ്ടുവന്നത്. അതിനുശേഷം 92 മുതൽ 97 വരെ എന്തായി? നമ്മൾ എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മാനവശേഷി വികസനമായിരുന്നു. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് കൊണ്ടുവന്നത് എന്താണ്? മാനവശേഷി വികസനമാണ്. അതറിയപ്പെടുന്നത് റാവു മൻമോഹൻ മോഡൽ എന്നായിരുന്നു കേട്ടോ. എട്ടാം പഞ്ചവത്സര പദ്ധതി എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? റാവു മൻമോഹൻ മോഡൽ എന്നായിരുന്നു. ഇനിയാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ലക്ഷ്യമിട്ടിട്ടുള്ള 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. വർഷമോ 1997 മുതൽ 2002 വരെയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലക്ഷ്യം ഒന്നും കൂടെ പറയാം. എന്തായിരുന്നു? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 9-50 ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇനി അതറിയപ്പെടുന്നത് പീപ്പിൾസ് പ്ലാൻ എന്നായിരുന്നു കേട്ടോ. 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് പീപ്പിൾസ് പ്ലാൻ എന്നായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്.
10ാം പഞ്ചവത്സര പദ്ധതി വർഷം 2002 മുതൽ 2007 വരെയാണ് കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. പിന്നെന്താണ്? കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇനി 2007 മുതൽ 2012 വരെയാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എന്ന് ലക്ഷ്യമിട്ടത് ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ അത് ഏത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? വിദ്യാഭ്യാസ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. 11ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതിയോ? 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥൻ ആയിരുന്നു. MS സ്വാമിനാഥൻ ആയിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. ശരിയാണ് അല്ലേ? ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടിരുന്നത്. അതും ശരിയാണ് അല്ലേ? രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണിത്. അതും ശരിയാണ് അല്ലേ? ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. വ്യവസായ വികസനം സാധ്യമാക്കിയിട്ടില്ല. ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 ആണ് കേട്ടോ. ബന്ധമുള്ളത് ശരിയായിട്ടുള്ളത്. ഹരിത വിപ്ലവവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസ്താവനകൾ 1, 2, 3 എന്നിവയാണ് കേട്ടോ. വക്താവ് ആരായിരുന്നു? MS സ്വാമിനാഥനാണ്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതെന്താണ്? ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള കൃഷിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. ഈ MS സ്വാമിനാഥൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അന്തരിച്ച വർഷം കൂടെ നമ്മളൊന്നിവിടെ ഓർത്തിരിക്കണം. അതെന്നായിരുന്നു? 28 സെപ്റ്റംബർ 2023 അദ്ദേഹം അന്തരിക്കുന്നത് കേട്ടോ. 2023 സെപ്റ്റംബർ 28 എന്നാണ് MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനിയും ചോദിച്ചുകൂടാതെ ഇല്ല കേട്ടോ. പിന്നീട് അദ്ദേഹത്തിന് 2024 ഫെബ്രുവരി 9 അദ്ദേഹത്തിന് മരണാനന്തരം ഭാരതരത്ന ലഭിക്കുകയുണ്ടായി കേട്ടോ. 2024 ഫെബ്രുവരി 9 അദ്ദേഹത്തിന് മരണാനന്തരം എന്ത് കിട്ടി? ഭാരതരത്ന ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. 1960 മുതൽ 1970 വരെയുള്ള 1ാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള 2ാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ മാറ്റത്തെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവള കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവള കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ട് കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയിട്ടുള്ള ഒരു പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അരി, ഗോതമ്പ് എന്നിവയായിരുന്നു കേട്ടോ. അരി, ഗോതമ്പിനാണ് സ്വയം പര്യാപ്തത ഹരിത വിപ്ലവത്തിലൂടെ ലഭിച്ചത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുകയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. കൂടാതെ എന്താണ്? വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ഹരിത വിപ്ലവത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റും പിന്നെ അതിൻ്റെ നേട്ടങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ ചോദിക്കുന്നുണ്ട്, ഹരിത വിപ്ലവത്തെ പറ്റി കുറേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന പോയിൻറ്റുകളോട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് മുമ്പായിട്ട് എന്തായാലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ അല്ലേ. ഇനി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതും ശരിയാണ് അല്ലേ. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 68 മുതൽ 70 കാലയളവിലാണ്. അത് തെറ്റാണല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു എപ്പോഴാണ് 1978 ടു 80 വരെയാണ് റോളിംഗ് പ്ലാനിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. 1978 മുതൽ 80 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? സി ആണ് അല്ലേ. സി ആണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് പറയുന്നത് കേട്ടോ. 68 അല്ല, 1978 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാനിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്ത പ്രസ്താവന. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് 1 കേട്ടോ. അതെന്താണ്? ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ഉൾപ്പെട്ട പ്രസ്താവന അത്രയും നമുക്ക് പഠിച്ചു പോകാം. എന്തൊക്കെയാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പിന്നെന്താണ്? പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയായിരുന്നു. അപ്പോൾ അതൊന്ന് ഇപ്പം തന്നെ ഇത് 3 ഇപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയുമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. നമുക്കതൊന്ന് നോക്കാം. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ ആവിഷ്കരിച്ച വർഷം 1947 ആണ് കേട്ടോ. 1947 കൊണ്ടുവന്നതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായിട്ടാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കിയതാണ് ബാൾക്കൻ പദ്ധതി എന്ന് പറയുന്നത്. അതുതന്നെയാണ് കേട്ടോ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ പേരുകളാണ് ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ബാൾക്കൻ പദ്ധതിയുടെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇനി ഈ ബാൾക്കൻ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി അതാരായിരുന്നു? ക്ലെമൻറ്റ് ആറ്റ്ലി ആയിരുന്നു കേട്ടോ. ക്ലെമൻറ്റ് ആറ്റ്ലിയാണ് ഈ നമ്മുടെ മൗണ്ട് ബാറ്റൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്. വർഷം ഓർത്തിരിക്കണേ, 1947 മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ വർഷം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൺ പ്രഭു തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ ബാൾക്കൻ പദ്ധതി അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നിങ്ങനെ പറയുന്നത്. കൂട്ടത്തിൽ ഈ 3 കണ്ടീഷനും കൂടെ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ള ഈ 3 കണ്ടീഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എഴുതി വെക്കുക അല്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു പോകുക. അതായിരിക്കും നല്ലത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൽപ്പാദനത്തിനും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഗ്രാമീണ അസമത്വമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. ഇത് 3 നമുക്ക് അഡീഷണലായിട്ട് കിട്ടിയ പോയിൻ്റാണ് കേട്ടോ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് 3 നമ്മൾ പഠിച്ചു പോകുക. ഒരു ക്വസ്റ്റ്യന് 2-3 തവണ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കിട്ടാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ പഠിക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഹരിത വിപ്ലവമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു.
ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇതിൽ 2-3 പോയിൻ്റൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. എന്തൊക്കെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഈ ഹരിത വിപ്ലവം തന്നെ ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിൽ ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം കിട്ടി, അതും കൂടെ പഠിച്ചു പോവുക. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഇവിടെ എല്ലാം ശരിയാണ്. അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചിരിക്കുക അല്ലേ. അപ്പോൾ 91 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗൾഫ് യുദ്ധം, പിന്നെന്താണ്? വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അപ്പോൾ ഇത്രയുമാണ് 91 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഗൾഫ് യുദ്ധങ്ങൾ, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അപ്പോൾ നമുക്ക് ആ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്ത് പ്രധാനമന്ത്രി നമ്മൾ അറിഞ്ഞിരിക്കണം ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. അതുപോലെ തന്നെ ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. 1991 കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്നത് 1991. ആ സമയത്താണ് ഈ നവ ഉദാരവൽക്കരണം, നവ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, അതായത് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്ന സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായമായിരുന്നു ഉദാരവൽക്കരണം. 1985 നടപ്പിലാക്കിയിട്ടുള്ള ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുക, കുറയ്ക്കുന്ന സമ്പ്രദായമാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1985 രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളെന്താണ് പരസ്പരം രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പരസ്പരം എന്താണ് ഒരു സാമ്പത്തിക ഏകോപനവും പിന്നെന്താണ് ഒരു ആശ്രയത്വം. ഒരാൾക്ക് ഒരു രാജ്യം ഒരു രാജ്യത്തിന് എന്താണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ എന്താണ് അവരുടെ ധനകരുതലിനൊക്കെ എന്താണ് ഒരു ആശ്രയത്വം, ഒന്ന് ആശ്രയിക്കുക വേറൊരു രാജ്യം. അതിനെയൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ആഗോളവൽക്കരണം എന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് തൊഴിലാളികൾ അങ്ങോട്ട് പോകുന്നുണ്ട്, എന്താണ് അവിടുന്ന് തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താണ് ഒരു ഏകോപനം, പറഞ്ഞമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതൊക്കെ അങ്ങോട്ട് കൂട്ടുക, അതൊക്കെ വികസിപ്പിക്കുക. അതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന സംവിധാനമാണ് ബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുണ്ട്. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ എന്ത് ചെയ്യും? തിരിച്ചു പിടിക്കുകയും പിന്നീട് അതെന്ത് ചെയ്യും? സർക്കാരിന് കൈമാറുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന സംരംഭങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അഥവാ PPT എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് നമ്മുടെ പുത്തൻ സാമ്പത്തിക 1991 പുത്തൻ സാമ്പത്തിക നയമായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അത് എന്താണ് സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളും.
ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലറിയാം കാൺപൂരിലെ നാനാ സാഹിബ്, നാനോ കാറ് എന്താണ് ഓടിച്ചു പോയി, നാനോ കാറ് കേട്ടോ, കാൺപൂര് നാനോ കാർ ഓടിച്ചു പോയി. അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബാണ്. ഇനി ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആണ് കേട്ടോ. ബീഹാറിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആയിരുന്നു. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനും ആയിരുന്നു ഡൽഹിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. എന്തായാലും ആ ഒരു ടോപ്പിക്ക് എല്ലാവരും കവർ ചെയ്യും. എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം കേട്ടോ. ഈ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളും എന്താണ് അവിടെ നേതൃത്വം കൊടുത്തവരെയെങ്കിലും നോക്കിയിട്ട് പോകാം കേട്ടോ. പിന്നെ വിശേഷണങ്ങളുണ്ട്, അവരെ ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. പിന്നെ അതിൽ മറ്റേ ദത്തവകാശ നിരോധന നിയമം, പിന്നെന്താണ്, പിന്നെ 1858 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതിൽ വരുന്നുണ്ടല്ലോ, അത് നോക്കണം. പിന്നെന്താണ്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വിശേഷണങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പിന്നെ INC ഇമ്പോർട്ടൻ്റ് ആണ്. INCയുടെ രൂപീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. അത് INCയുടെ വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് നോക്കിയിരിക്കണം. എന്തായാലും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ റിവിഷൻ നോക്കാത്തവരുണ്ടെങ്കിൽ നാളെ എന്തായാലും 1 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുവേ. അപ്പോൾ ഇത്രയൊക്കെ ഇതിൽ നോക്കുക കേട്ടോ. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി യോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്നാണ് പറയുന്നത്. ഏതാണ്? ആഗോളവൽക്കരണം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു? ആഗോളവൽക്കരണം എന്ന് പറയുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയത് ഏതാണ്? PC മഹലനോബിസ് ആണ് അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലാണ്? PC മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ചരിത്രമൊക്കെ വരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് അറിയാത്തത് തരും. നമ്മൾ മനഃപൂർവ്വം കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് അറിയാത്തത് തരും. അത് മിക്കവാറും ഈ ഡിഗ്രി പ്രിലിംസിലൊക്കെ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും മിക്കവാറും നമുക്ക് അതിലിട്ട് തരുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. ശരിയാണ്. 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലോത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുമായിട്ടുള്ള സൗഹൃദമാണ് ഉണ്ടായിരിക്കുന്നത്. തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് കേട്ടോ ആൻസർ കീ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വാസ്കോഡഗാമയുടെ കാര്യം അറിയാം അല്ലേ. ബാക്കിയൊന്നും അങ്ങനെ വായിച്ചിരിക്കാൻ എന്താണ് ചാൻസ് ഇല്ല. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ LDയുടെ റാങ്ക് ഫയലിലും ഒന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. 1498 മെയ് മാസത്തിൽ അതറിയാം അല്ലേ, വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി എന്നുള്ളതറിയാം. പിന്നെ 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വീണ്ടും വാസ്കോഡ ഗാമ കേരളത്തിലെത്തി. പിന്നെന്താണ്, പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലോത്തിരിമാരുമായിട്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? സ്ഥിരവും തുടർച്ചയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഈ യൂറോപ്യന്മാർ വന്നതിനൊരു ഓർഡർ ഉണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കണേ. PDBF എന്നറിഞ്ഞിരുന്നാൽ മതി. PDBF എന്നറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെന്താണ് ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഓർഡർ വരുന്നത്. PDBF ആണ്. ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അവസാനമായിട്ട് പോകുന്നതും പോർച്ചുഗീസുകാരാണ് കേട്ടോ. അത് നേരെ തല തിരിച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. ആദ്യം ഫ്രഞ്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ അവസാനമായിട്ട് പോർച്ചുഗീസുകാർ. അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് കേട്ടോ. വന്നത് ആദ്യം പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. PDBF എന്നാലോചിച്ചാൽ മതിയേ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തത്? ആരെയാണ്? ഡച്ചുകാരെയാണ് അല്ലേ. കുളച്ചൽ യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ വർഷം ഒന്ന് നോക്കാം. എന്നാണ്? 1741 ഓഗസ്റ്റ് 10 കേട്ടോ. ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം ഉണ്ടാകുന്നത്. 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം എന്താണ്? 1741 ഓഗസ്റ്റ് 10
കുളച്ചൽ യുദ്ധം ഉണ്ടാകുന്നത് കേട്ടോ. ഈ കുളച്ചൽ യുദ്ധത്തിൽ എന്താണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് കേട്ടോ. മറ്റേ ഒരു യൂറോപ്യൻ ശക്തി എന്താണ് ആദ്യമായിട്ട് എന്താണ് ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുകയാണ് കുളച്ചൽ യുദ്ധത്തിലൂടെ കേട്ടോ. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിലൂടെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുന്നതാണ് ഡിലനോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് സൈനാധിപൻ. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുള്ള ഡച്ച് സൈനാധിപൻ ആരായിരുന്നു? ഡിലനോയി ആയിരുന്നു. പിന്നീട് അദ്ദേഹം എന്താണ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി കേട്ടോ. പിന്നെ അവരുടെ സ്മാരകമൊക്കെ ഉണ്ട് ഉദയഗിരി കോട്ടയിലാണ്. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡച്ചുകാർ കുളച്ചൽ യുദ്ധം എന്ന് ഓർത്തിരിക്കുക 1741 ഓഗസ്റ്റ് 10 കേട്ടോ. ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. ആരുമായിട്ടായിരുന്നു? ഡച്ചുകാരുമായിട്ടായിരുന്നു മാർത്താണ്ഡവർമ്മ അവരെ പരാജയപ്പെടുത്തി ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി നമ്മുടെ കേരള ഭരണാധികാരി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ എന്താണ് തോറ്റുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ കുളച്ചൽ യുദ്ധത്തിലൂടെ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെല്ലാം ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് 2-3 അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലേ. ഇവിടെ ഹോർത്തൂസ് മലബാറിക്കസ് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഹെൻറിക് വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിൽ എന്താണ് രചിച്ച ആദ്യത്തെ ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അവിടെ നിൽക്കട്ടെ. പിന്നെ തുഹഫത്തുൽ മുജാഹിദീൻ, അത് നമുക്കറിയാം ഒരു മുസ്ലിം പേരുമായിട്ട് ഷെയ്ഖ് സൈനുദ്ദീനാണ് അല്ലേ. ഇവിടെ മാച്ച് ആവുന്നത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. പിന്നെന്താണ് പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത് കുലശേഖര ആൾവാർ. പെരുമാൾ തിരുമൊഴി എന്ന് പറയുമ്പോൾ കുലശേഖര ആൾവാർ. പിന്നെന്താണ് മാമാങ്കം കിളിപ്പാട്ട് നമുക്കറിയാം കാടാഞ്ചേരി നമ്പൂതിരി. അവരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അല്ലേ. ആ വാക്കുകളും പിന്നെ ആ ഭാഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാമാങ്കം കിളിപ്പാട്ട് മലയാളമാണ്, കാടാഞ്ചേരി നമ്പൂതിരി. ഹോർത്തൂസ് മലബാറിക്കസ് എല്ലാവർക്കും അറിയാം, ഹെൻറിക് വാൻ റീഡ് ആണെന്ന് അറിയാം. പിന്നെ പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നതും എന്താണ് ഒരു തമിഴ് കലർന്നിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുലശേഖര ആൾവാറിലേക്ക് എത്താം. പിന്നെ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് അവരുടെ ഒരു നാമത്തിൻ്റെ ഒരു വിശേഷത കൊണ്ട് നമുക്ക് ഷെയ്ഖ് സൈനുദ്ദീനിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നോക്കൂ, ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക് വാൻ റീഡ് A3 വരുന്നത്. A3 ഇതുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ് പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാർ. നമുക്ക് തുഹഫത്തുൽ മുജാഹിദീൻ എടുക്കാം. D2 എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതും ഓക്കെയാണ്. ഇതില്ലല്ലോ, ഇതുമുണ്ട്. D2 ഇവിടെ ശരിയാണ്. ഇനി നോക്കൂ, പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്നത് കുലശേഖര ആൾവാറാണ്. C4 വന്നിട്ട് 4, ഇവിടെ C1. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? A ആണ് നമ്മുടെ ആൻസറായിട്ട് വരും. ഒന്നും കൂടെ പറയാം. ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക് വാൻ റീഡ് ആണ്. മാമാങ്കം കിളിപ്പാട്ട് ആരെഴുതിയതാണ്? കാടഞ്ചേരി നമ്പൂതിരി എഴുതിയതാണ്. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറും തുഹഫത്തുൽ മുജാഹിദീന് ഷെയ്ഖ് സൈനുദ്ദീനും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം എവിടെയായിരുന്നു? കാൺപൂരാണ് അല്ലേ. നാനോ കാറിൽ വന്നു. 1857 നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂരായിരുന്നു. പിന്നെ ഇവിടെ ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ജനറൽ ഭക്ത് ബഹദൂർ ഷാ രണ്ടാമനും. പിന്നെ ലക്നൗവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലായിരുന്നു അല്ലേ. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ലക്നൗവിൽ. കാൺപൂരിൽ നാനാ സാഹിബ്. ഝാൻസിയിൽ ആരൊക്കെയായിരുന്നു? ഝാൻസി റാണിയും താന്തിയ തോപ്പിയും. ഝാൻസി റാണിയും താന്തിയ തോപ്പിയായിരുന്നു നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ ജനറൽ ഭക്ത് പിന്നെന്തായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു ഡൽഹിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? അത് വെല്ലസ്ലി പ്രഭു ആയിരുന്നു അല്ലേ. സൈനിക വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ എന്താണ്? 1798 സൈനിക വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു കൊണ്ടുവരുന്നത്. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ അംഗീകരിക്കപ്പെടുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചിലവിൽ നിലനിർത്തുകയും വേണം.
കൂടാതെ ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാതെ മറ്റു നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റു യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്നും വ്യവസ്ഥയുണ്ട്. ഇതിനു പകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? ഏറ്റെടുക്കുകയും ചെയ്യും. ഹൈദരാബാദിലെ നൈസാമാണ് ഈ കരാറിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള നാട്ടുരാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ 1798 കൊണ്ടുവന്നതാരാണ്? വെല്ലസ്ലി പ്രഭുവാണ് അല്ലേ. ആ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യത്ത് എന്തായിരിക്കും? അവരുടെ ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കും. കൂടാതെ എന്താണ്? ആ ബ്രിട്ടീഷ് സൈന്യത്തെ ഇവരുടെ നാട്ടുരാജ്യത്തിൻ്റെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും വേണം. പിന്നെന്താണ്? ആ ഗവർണർ ജനറലിൻ്റെ അനുവാദം ഇല്ലാതെ എന്താണ്? നാട്ടുരാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാനോ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ നിയമിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ഓർത്തിരിക്കുക. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, ശരിയാണ് അല്ലേ. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു, അത് തെറ്റാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ നയിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? രാസവളം, കീടനാശിനി എന്നിവയുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സി, 2 ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക കേട്ടോ. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് നയിച്ചത്. പിന്നെ രാസവളം, കീടനാശിനി എന്നിവയുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിരമായ വളർച്ച എന്നുള്ളതാണ് കേട്ടോ. സുസ്ഥിരമായ വളർച്ച എന്നുള്ളതാണ് ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012 മുതൽ 2017 വരെ നടപ്പിലാക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിരമായിട്ടുള്ള വളർച്ച എന്നുള്ളതാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് കേരളത്തിലെ മലബാർ കലാപം 1921. ശരിയാണ്. പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 1946. അതും ശരിയാണ് അല്ലേ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്നത്. 1946 അതിൻ്റെ വർഷം എന്ന് പറയുന്നത്. അതും ശരിയാണ്. സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. സവർണജാഥ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ടല്ല നടപ്പിലാക്കിയത്. ഏതുമായിട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് നടപ്പിലാക്കിയത്. മന്നത്ത് പത്മനാഭൻ നടപ്പിലാക്കിയതാണ് സവർണജാഥ എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? 3ഉം 4ഉം തെറ്റാണ്. സി, 3ഉം 4ഉം തെറ്റാണ്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ 1946. അത് രണ്ടും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 3ഉം 4ഉമാണ്. അപ്പോൾ നമുക്ക് SCERTയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റ് ഉണ്ട്, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാവേ. വൈക്കം സത്യാഗ്രഹം, അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു ഇത് എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924-25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അയിത്തോച്ചാടനത്തിന് വേണ്ടിയിട്ടായിരുന്നു. കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് 24-25 നടന്ന പ്രസിദ്ധമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ തുടങ്ങിയ സുപ്രധാന നേതാക്കൾ ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? ഞാനൊന്നുകൂടെ പറയാം. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ. ഇത്രയും പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. കണ്ടോ? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ ഏത് സത്യാഗ്രഹത്തിന്? വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നടന്നതാണ്. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി. ഒടുവിൽ മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ 25 സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുകയും ചെയ്തു.
1925 നവംബർ 23-ന് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. 1925 നവംബർ 23-നാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ അയിത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട് നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു 1924-25 നടന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ സുപ്രധാന നേതാക്കളെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ തുടങ്ങിയവർ. പിന്നെ സവർണജാഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രണപ്പെട്ടിരുന്നു. 1931 നവംബർ 1-ന് കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ കെ. കേളപ്പനും മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കെ. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമകാരികളായ സവർണർ എ കെ ഗോപാലനെയും പിന്നെന്താണ് പി കൃഷ്ണപിള്ളവരെയും തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനു വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു. ഇപ്പോൾ കെ. കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും നേതൃത്വത്തിൽ 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. തൻ്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12-ന് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തെ കുറിച്ചു. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വിളംബരമായി ഇത് ഒരു ചരിത്ര രേഖയായിരുന്നു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത് കേരള സമൂഹത്തിൽ നിശബ്ദവും രക്തരഹിതവുമായ ഒരു വിപ്ലവം കൊണ്ടുവന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം വർഷം പിടിച്ചിരിക്കുക എന്നാണ്. 1936 നവംബർ 12-ന് ആരാണ് പുറപ്പെടുവിപ്പിച്ചത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഗാന്ധിജി ഈ വിളംബരത്തെ എങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, 1974 മുതൽ 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2, ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. പ്രസ്താവന 3, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. അതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഏതാണ് തെറ്റ് എന്ന് പറയുന്നത്. പ്രസ്താവന 1 തെറ്റ്. കാരണം എന്താണ്? 74 മുതൽ 78 വരെയല്ല നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. 1974 മുതൽ 1979 വരെയാണ് നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവായിട്ട് പറയുന്നത്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയും കൂടിയാണ് കേട്ടോ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി കൊണ്ടുവന്നതും ഏതാണ്? ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 ഇവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ 1 ശരിയല്ല എന്നുള്ളത് നോക്കിയാൽ മതി. ഇതൊരു കൺഫ്യൂഷൻ പിടിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് ഇവിടെ. 1 ശരിയല്ല എന്നുള്ളത് പ്രസ്താവന സി ആണ്. പ്രസ്താവന 2, 3 ശരിയാണ്. 2, 3 ശരിയാണ്, 1 ശരിയല്ല. അപ്പോൾ പ്രസ്താവന സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3 ശരിയാണ്, 1 ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളത്
പഠിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1857 വിപ്ലവം അതെന്തായാലും മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. നാളെ എന്തായാലും ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ എടുത്തിട്ട് അത് തീർക്കുക കേട്ടോ. ഇനിയിപ്പോൾ ജോലിക്കോ അല്ലെങ്കിൽ വീട്ടുപണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൊബൈലിൽ നല്ലൊരു ക്ലാസ് കണ്ടുപിടിച്ചിട്ട് മൊബൈലിൽ വോയിസ് കേൾക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതിൽ തന്നെ ശ്രദ്ധിക്കുക. എങ്ങനെയായാലും നമുക്കതൊന്ന് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കേട്ടൊരു ഓർമ്മയെങ്കിലും അയ്യോ ഇതിങ്ങനെ ആറുന്നില്ലല്ലോ എന്നെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ളൊരിത് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ വോയിസ് കേട്ടിട്ടെങ്കിലും നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. മാത്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. സ്പീഡ് ആൻഡ് ടൈം, ബോട്ട്, പൈപ്പ്, പിന്നെ ക്ലോക്ക്, പിന്നെ ലാഭശതമാനം, പലിശ കണക്ക്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തറവാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതിനൊന്നും മാർക്കേ പോകരുത്. ജെറിൻ സാറിൻ്റെ ക്ലാസ് അതിനൊക്കെ നല്ലതാണ് കേട്ടോ. നീ ആദ്യമായിട്ട് PSCക്ക് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിതങ്ങനെ സാറിൻ്റെ ക്ലാസ്സിന് ഇതിനായിട്ട് പറയുന്നതല്ല, കാരണം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് സാറിൻ്റെ ഒരുപാട് ക്ലാസ്. കാരണം എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നില്ല, എനിക്ക് സാറിൻ്റെ ക്ലാസ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സാറിൻ്റെ ക്ലാസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് പിന്നെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സൈലത്തിനൊരു ടീച്ചറുണ്ട്. മലയാളത്തിൽ സൈലത്തിന് ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ആ ടീച്ചറിൻ്റെ ക്ലാസ് ഞാനിങ്ങനെ ടീച്ചർ PYQ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ PSC ബുള്ളറ്റിനുള്ള കാര്യങ്ങൾ നോക്കും. തൊഴിൽ വീതിയിൽ വരുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ കേട്ടോ, പുതിയതായിട്ട് PSCക്ക് പഠിക്കാനിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയാം ബെവ്കോ LD വരാൻ പോവുകയാണ്, കമ്പനി ബോർഡ് LGS വരാൻ പോവുകയാണ്, അതുപോലെ തന്നെ VFA വരാൻ പോവുകയാണ്. അല്ലെ VFAക്ക് പ്രിലിംസ് ഇല്ല കേട്ടോ. ബാക്കി ബെവ്കോയ്ക്കും കമ്പനി ബോർഡ് LGSനും പ്രിലിംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണവർ എന്ത് ചെയ്യാമെന്നറിയോ, നമ്മുടെ തൊഴിൽ വീതിയോ തൊഴിൽ വാർത്തയോ PSC ബുള്ളറ്റിനോ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നറിയോ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. അല്ലാത്തവർ വെറുതെ പാഴായി പോവുകയുള്ളൂ. അല്ലാത്തവർ വാങ്ങിക്കരുത്. അല്ലാത്തവർ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ പഠിച്ച് പോവുക കേട്ടോ. എന്തായാലും ഞാൻ പഠിക്കും, എനിക്കിത് ആവശ്യമാണ് എന്ന് വിചാരിക്കുന്നവർ മാത്രം ഈ പ്രസിദ്ധീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. കാര്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് പോയിൻ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. പദ്ധതികളായിട്ടും അങ്ങനെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും PSC ബുള്ളറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരൊക്കെ എന്തായാലും ഒരു പ്രസിദ്ധീകരണമെങ്കിലും വാങ്ങിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പഠിക്കാണ്ടിരിക്കുക കേട്ടോ. പഴയ റിപ്പീറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പഠിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന PSC ഒരുപാട് മാറിയിട്ടുണ്ട്. ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ തന്നെ ആദ്യമായിട്ട് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് പഴയ കാര്യങ്ങൾ തന്നെ പഠിച്ച് ഒരു PSCക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യും, ആദ്യമേ ഒരു റാങ്ക് ഫയൽ വാങ്ങിയിട്ട് അങ്ങനെ പഠിച്ച് പോകണം. ആ രീതി ഒഴിവാക്കുക. ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ആദ്യം തറാക്കി പഠിച്ച് വെക്കുക. ബാക്കി അതിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിലെ മാർക്കിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ബാക്കി അങ്ങനെ പഠിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം കേട്ടോ. ഞാൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വീണ്ടും ഞാൻ എല്ലാ പോയിൻറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് ആക്കിയിട്ട് ഇടാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. പറ്റിയാൽ ഞാൻ ഇടാം കേട്ടോ. എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. പറ്റിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇടാവേ. അപ്പോൾ അതുവരേക്കും താങ്ക് യു. ഒരു കാര്യം കൂടെ കേട്ടോ, ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഞാൻ മാറ്റേണ്ടതുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻ്റ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.